നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി അദ്ദേഹത്തിൻ്റെ വരവാണ്. ഞാനൊക്കെ വലിയ സന്തോഷത്തിലാണ്. അടുത്ത മത്സരത്തിൽ അദ്ദേഹം മടങ്ങിയെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെയ്മർ ജൂനിയറെ കുറിച്ച് വിനി ജൂനിയർ പറയുകയാണ്. ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരശേഷം വിനി തൻ്റെ ഐഡളായ നെയ്മർ ജൂനിയറിൻ്റെ മടങ്ങി വരവിൻ്റെ സന്തോഷത്തിലാണ്. വിനി പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോകുന്നു. അദ്ദേഹം പറയുന്നു, ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് നെയ്മറിന് അടുത്ത മത്സരത്തിൽ മടങ്ങിയെത്താൻ പറ്റുമെന്നാണ്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് റെസ്റ്റ് ഓഫ് ദി വേൾഡ് കപ്പിൻ്റെ ബാക്കി ഭാഗത്ത് ത്രൂ ഔട്ടായിട്ട് അദ്ദേഹത്തിന് ഞങ്ങളെ സഹായിക്കാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നെയ്മർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട കളിക്കാരനാണ്. അദ്ദേഹത്തിന് വരുന്ന മത്സരത്തിൽ ഞങ്ങളുടെ ഭാഗമായി കളിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വാവ്, കാർലോ ആഞ്ചലോട്ടി ഇത് തന്നെയാണ് പറഞ്ഞത്. നെയ്മർ നാളെ ടീമിനോടൊപ്പം ട്രെയിനിങ് ആരംഭിക്കുമെന്നും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത സ്കോട്ട്ലൻഡിനെതിരെയുള്ള കളിക്ക് സ്ക്വാഡിൽ ഉണ്ടാകുമെന്നും ആഞ്ചലോട്ടി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് വിനിയുടെ ഈ വാക്കുകൾ. തീർച്ചയായിട്ടും വിനി ഹാപ്പിയാണ്. അദ്ദേഹം പറയുന്നു, ഐ ആം ഹാപ്പി വിത്ത് നെയ്മേഴ്സ് ഡെവലപ്മെൻറ്റ്. നെയ്മറുടെ ഈ ഡെവലപ്മെൻറ്റിൽ ഞാൻ ശരിക്കും ഹാപ്പിയാണ്. അദ്ദേഹം ഈ ടീമിൻ്റെ ഭാഗമായി ഉള്ളതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾക്ക് അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നേ. അദ്ദേഹം എൻ്റെ റോൾ മോഡലാണ്. എല്ലായ്പ്പോഴും എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുള്ള ആളാണ്. സോ ഇനി അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവാണ്. തീർച്ചയായിട്ടും വിനി വലിയ സന്തോഷത്തിലാണ്. വേൾഡ് കപ്പിൽ ഇപ്പോൾ വിനിയാണ് യഥാർത്ഥത്തിൽ ബ്രസീലിൻ്റെ എക്സ് ഫാക്ടറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് അവർക്ക് വേണ്ടി ബ്രസീൽ നേടിയ ഗോളുകളിൽ 2 അടിച്ചത് എന്ന കാര്യം ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, അദ്ദേഹമാണ് അസിസ്റ്റ് കൊടുക്കുന്നത്. ബ്രസീൽ അടിച്ച ഗോളുകൾക്കൊക്കെ പുറകിൽ വിനിയുണ്ട്. ഇനിയിപ്പോൾ നെയ്മർ കൂടി എത്തുകയാണെങ്കിൽ നെയ്മർ ഫുൾ ടൈം കളിക്കും അടുത്ത കളിയിൽ എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കുറഞ്ഞ സമയമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നതല്ലേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി കിട്ടുമ്പോൾ ബ്രസീൽ ടീം വേറെ ലെവലാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.